ഹലോ ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കുന്നത് യൂണിറ്റ് 4 സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതില് യൂണിറ്റ് 4 സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ് ചാപ്റ്ററിന്റെ പേരും. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതില് നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്കൂൾ അഡ്മിനിസ്ട്രേഷന്റെ മീനിങ്, നേച്ചർ, എയിംസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രിൻസിപ്പൽസ്, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്, സ്കൂൾ കോംപ്ലക്സ്, ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ എഡ്യൂക്കേഷൻ, സ്കൂൾ പ്ലാൻ, ടൈം ടേബിൾ, the role of a headmaster or a headmistress and teachers in school administration. ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ നോക്കുന്നത്. The school is the place where future citizens of a nation are produced. അതിപ്പോ എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ ഫ്യൂച്ചർ സിറ്റിസൻസിനെ നമ്മൾ നല്ല പോലെ വളർത്തി വരുന്നത് എവിടെ നിന്നാണ്? സ്കൂൾ അല്ലെ? സ്കൂളാണ് അവരുടെ അൾട്ടിമേറ്റ് source. In other words, ideal personality of society is manufactured. In India, where there are more than 8 million school and 18 billion pupils, India management is not straightforward. ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തം 8 മില്യൺ സ്കൂൾസും 18 ബില്യൺ പ്യൂപ്പിൾസും ആണ് പഠിക്കുന്നത്. Increase in the number of pupils and teachers as well as expectations of parents and society heighten the importance of school administration. അപ്പോൾ ഇങ്ങനെ കുട്ടികളുടെ ഇൻക്രീസിലും പഠിച്ചു കഴിഞ്ഞ ടീച്ചേഴ്സിന് ഒരുപാട് ടീച്ചേഴ്സ് ഉള്ളത് കൊണ്ടും പാരന്റ്സിന്റെയും സൊസൈറ്റിന്റെ എക്സ്പെക്ടേഷൻസ് ഒക്കെ വളരെ ഹൈ ലെവലായിട്ടുള്ളത് കൊണ്ട് തന്നെ സ്കൂൾ അഡ്മിനിസ്ട്രേഷന് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് ഇപ്പോൾ. School administration encompasses the management of all school operations, from establishing a secure learning environment to overseeing the school budget. അപ്പോൾ ഈ സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് ഒരു സ്കൂൾ എത്ര നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, അത് നല്ലൊരു സെക്യൂർ ആയിട്ടുള്ള ലേണിംഗ് എൻവയൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതോട് തൊട്ട് സ്കൂൾ ബഡ്ജറ്റ് പ്ലാൻ ചെയ്തിട്ടും അവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഒരുക്കി കൊടുക്കുന്നതൊക്കെ ഈ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ആണ്. To further define school administration, one must consider the numerous areas of school administration and who perform these administrative tasks. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിയണമെങ്കിൽ എന്താ ഓരോ സ്കൂൾ അഡ്മിനിസ്ട്രേഷനിലും കുറെ ടാസ്കുകൾ ഉണ്ടാവും. ഈ ടാസ്കുകളൊക്കെ പെർഫോം ചെയ്യുന്നത് വേറെ വേറെ ആളുകളായിരിക്കും. അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് ഈ ലെസണിൽ നമ്മൾ ബ്രീഫ് ആയിട്ട് നോക്കാൻ പോകുന്നത്. നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സ്കൂൾ മാനേജ്മെന്റ്. സോ ഇറ്റ് ഈസ് anticipated that school-based administration will increase student accomplishment and other outcomes. As local demands, closer supervision of school employees, improved student evaluation, a better fit between school needs and its policies are more efficient use of resources. So, ഈ സ്കൂൾ അഡ്മിനിസ്ട്രേഷനിൽ സ്റ്റുഡൻസ് ഇൻക്രീസ് സ്റ്റുഡന്റ് അക്കോംപ്ലിഷ്മെന്റ് ആൻഡ് അതർ ഔട്ട്കം എന്ന് പറയുന്നത് സ്കൂൾ അടിസ്ഥാനത്തിലുള്ള ഭരണ സംവിധാനം ഉണ്ടല്ലോ, വിദ്യാർത്ഥികളുടെ അതിന് എല്ലാ നേട്ടങ്ങളും മറ്റെല്ലാം അവർക്ക് വർദ്ധിപ്പിക്കും എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. സ്കൂൾ മാനേജ്മെന്റ് സ്കൂൾ തന്നെ തീരുമാനം എടുക്കുമ്പോഴാണ് എന്താണ് പഠനഫലം മെച്ചപ്പെടുക അല്ലെ. പിന്നെ to promote excellent education, schools should select a model of teaching and learning management structure the best meet requirement of students and community. അപ്പോ സ്റ്റുഡൻസ് നല്ലൊരു എക്സലന്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നമുക്ക് പ്രൊമോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മോഡൽ ഓഫ് ടീച്ചിങ് വേണം, നല്ലൊരു ലേണിംഗ് ടെക്നിക്സ് ഒക്കെ അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് സ്റ്റുഡൻസിന്റെ ആയാലും കമ്മ്യൂണിറ്റിന്റെ ആയാലും റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സ്കൂൾ ഡെവലപ്പ് ഇറ്റ്സ് ഓൺ ക്വാളിറ്റീസ്, എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് കൾച്ചർ ആൻഡ് ഐഡന്റിറ്റി, സീക്ക് സെൽഫ് ഇംപ്രൂവ്മെന്റ് ആൻഡ് സ്ട്രൈവ് ഫോർ എക്സലൻസ് ത്രൂ സ്കൂൾ ബേസ്ഡ് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ഓരോ സ്കൂളും അവരുടേതായിട്ടുള്ള ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്ത് അതിന്റെ കൾച്ചറൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് സെൽഫ് ഇംപ്രൂവ്മെന്റ് ഫസ്റ്റ് നടത്തിയാലേ നമുക്ക് എക്സലൻസ് ആയിട്ടുള്ള എന്തുണ്ടാവുള്ളൂ, എഡ്യൂക്കേഷൻ സ്കൂൾ ബേസ്ഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ലോക്കൽ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് fiscal decentralization can have good effects on educational results such as test score and graduation rates by holding school accountable for their outputs. The result in more realistic budgeting since parents and instructors are better aware of school financial situation, spending restrictions and program cost. അപ്പോൾ എപ്പോഴും പാരന്റ്സും ടീച്ചേഴ്സും ടീച്ചേഴ്സും
എല്ലാവരും സ്കൂൾ ഫിനാൻഷ്യൽ സിറ്റുവേഷന് അവെയർ ആയിരിക്കണം. എന്നാലേ അവരുടെ എത്രത്തോളം അവർക്ക് എല്ലാം റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പ്രോഗ്രാം കോസ്റ്റ് ഒക്കെ നമുക്ക് എന്താവുള്ളൂ നോക്കി എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. യഥാർത്ഥത്തിൽ ബഡ്ജറ്റ് ആണ്, ബഡ്ജറ്റ് ചെയ്ത് നന്നായിട്ട് നമ്മൾ പ്രീ പ്ലാൻഡ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. കാരണം രക്ഷിതാക്കളും അധ്യാപകർക്ക് സ്കൂളിന്റെ സാമ്പത്തിക സ്ഥിതി, അവരുടെ ചെലവുകളുടെ പരിമിതി, പദ്ധതികളുടെ ചെലവ് എന്നിവയെ കുറിച്ച് നല്ല ബോധമുള്ള ആളുകളായിരിക്കണം. നെക്സ്റ്റ് ഈസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ. മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ആർ ക്രിയേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ സ്കൂൾ ആക്ടിവിറ്റീസ്. നമ്മൾ സ്കൂളിൽ നടത്തുന്ന എല്ലാ ആക്ടിവിറ്റീസിനും എന്തുണ്ടാവണം? മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ സ്കൂൾ അഡ്മിനിസ്ട്രേഷന് തയ്യാറാക്കിയിട്ടുണ്ടാവണം. പ്രൊവൈഡിംഗ് ഗൈഡൻസ് ഫോർ ദ ഡെവലപ്മെന്റ് പ്രോഗ്രാം ക്രിയേറ്റഡ് ടു അറ്റൈൻ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഇപ്പൊ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു വ്യക്തമായ ലക്ഷ്യം, അതിന് അനുയോജ്യമായ നിയമങ്ങളും വേണം. പിന്നെ സ്കൂളിന്റെ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളൊക്കെ നേടാന് രൂപപ്പെടുത്തിയ വികസന പരിപാടികൾക്ക് മാർഗനിർദ്ദേശം നൽകുക എന്നുള്ളതും ഇതാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ. അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ. സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഗോൾ ഓറിയന്റഡ് ഇന്റീരിയർ. സ്കൂള് ഭരണപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? ലക്ഷ്യ കേന്ദ്രീകരമായ ഒരു ശ്രമമാണ് അല്ലെ, ലക്ഷ്യത്തിൽ എത്താൻ പറ്റുന്നുള്ള എന്ന് നമ്മള് അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. ഇറ്റ് ഇൻകോർപ്പറേറ്റ്സ് കളക്റ്റീവ് എഫേർട്സ് ആൻഡ് സ്ട്രക്ചർഡ് വർക്ക് ആൻഡ് പെർഫോമൻസ് ഇൻ ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടുവേർഡ്സ് ദ ഫുൾഫിൽമെന്റ് ഓഫ് പ്രീസെറ്റ് ഒബ്ജക്റ്റീവ്സ്. ഇത് ഒരുമിച്ചുള്ള ഒരു പരിശ്രമവും ക്രമീകരിച്ച പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ വളർച്ച എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച് ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി നിശ്ചയിച്ചതാണ്. By leveraging the educational environment's material and people resource in an effective manner, managers can fulfill the organization's objectives through active coordination. വിദ്യാഭ്യാസ അന്തരീക്ഷം ഉണ്ടല്ലോ, അതിലുള്ള എല്ലാ റിസോഴ്സസും എല്ലാം ശരിയായ അളവില് ശരിയായിട്ട് ഉപയോഗിച്ച് മാനേജർമാർ നല്ല സഹകരണത്തോടെ സ്ഥാപനത്തിന് ലക്ഷ്യങ്ങൾ നേടാൻ പറ്റുള്ളൂ. മാനേജേഴ്സും എല്ലാവരും നല്ലപോലെ സഹകരിച്ചാലേ എന്താ ചെയ്യാൻ പറ്റുള്ളൂ? ഈ മാനേജ്മെന്റ് ഒരു ലക്ഷ്യത്തിൽ എത്താൻ പറ്റുള്ളൂ. ദിസ് ഇൻവോൾവ് adherence to some fundamental concept. A few them are listed below. ഇതിൽ കുറെ ഫണ്ടമെന്റൽസ് ഉണ്ട്, കോൺസെപ്റ്റ്സ് ഉണ്ട്. അതിൽ കുറച്ച് നമ്മൾ ഇവിടെ ബ്രീഫ് ആയിട്ട് നോക്കാൻ പോകുന്നു. Principle of well-defined goal. The first and fundamental aspects of good school management is establishing and outlining the institution objectives. അപ്പോ ഒരു സ്കൂൾ ഭരണത്തിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് എന്താണ്? വ്യക്തമായ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക, വിശദീകരിച്ച് അത് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. These objectives provide clear instruction to school administrator regarding the organization of school activities. ഈ ഒബ്ജക്റ്റീവ്സ് ഉണ്ടല്ലോ, എങ്ങനെ സ്കൂൾ പ്രവർത്തനങ്ങൾ എങ്ങനെ ക്രമീകരിക്കണം എന്നുള്ളത് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഭരണാധികാരികൾ ഉണ്ടാവില്ല, വ്യക്തമായ മാർഗനിർദ്ദേശം നമുക്ക് നൽകുന്നുണ്ട്. ഓക്കെ, വിതൗട്ട് വെൽ ഡിഫൈൻഡ് ഗോൾ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ വിൽ ഡിവോൾവ് ഇൻടു അനാർക്കി. വ്യക്തമായ ലക്ഷ്യങ്ങൾ ഇല്ലെങ്കിൽ എന്താവും? സ്കൂൾ ഭരണ പ്രവർത്തനം കറക്റ്റ് ആയിട്ട് പോവില്ല. ഓക്കെ, Principle of conducive learning. The primary objective of school administration is to provide people with a favorable learning environment. സ്കൂൾ ഭരണത്തിന്റെ മുഖ്യ ലക്ഷ്യം എന്താണ്? വിദ്യാർത്ഥികൾക്ക് നല്ലൊരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. The administration of an educational institution must prioritize the activities that can foster healthy learning environments in schools. വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഭരണകൂടം വിദ്യാർത്ഥികൾക്ക് നല്ലൊരു അന്തരീക്ഷം നൽകുക, അന്തരീക്ഷം നൽകുക, പിന്നെ അവരുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ മുൻഗണന നൽകണം. അടുത്തതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഷെയറിംഗ് റെസ്പോൺസിബിലിറ്റി. Another fundamental element of school administration is that everyone who is somewhat involved in educational process must assume responsibility for their portion of the task. സ്കൂൾ ഭരണത്തിന്റെ മറ്റൊരു അടിസ്ഥാന കാര്യം എന്താണ്? എല്ലാ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാവരും നമുക്ക് നൽകിയിട്ടുള്ള ഉത്തരവാദിത്തം ഉണ്ടല്ലോ, അത് ഏറ്റെടുത്ത് കറക്റ്റായിട്ട് ചെയ്യുക, ടാസ്കുകളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. A manager can only be successful in his or her subordinate team are accountable and diligent. ഈ മാനേജർ എന്നുള്ള ഒരാള്
സക്സസ്ഫുൾ ആവണത് എപ്പോഴാണ്? അവരുടെ സബോർഡിനേറ്റ് അല്ലെങ്കിൽ ടീം മെമ്പേഴ്സ് ഉത്തരവാദിത്തമുള്ളവരും ശ്രദ്ധാപൂർവം പ്രവർത്തിക്കുന്നവരും ആവുമ്പോൾ മാത്രമേ എന്താവുള്ളൂ, അവർ സക്സസ്ഫുൾ ആവുള്ളൂ. Principle of equality. As equality is the fundamental characteristic of effective institutional management, it must be treated and received with sincerity. സമത്വം എന്നത് ഒരു സ്ഥാപനത്തിന്റെ ഭരണത്തിന്റെ അടിസ്ഥാന സവിശേഷതയാണ്, അല്ലെ? എല്ലാവരും ഈക്വൽ ആയിട്ട് കണക്കാക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് ആത്മാർത്ഥമായി പാലിക്കാൻ പറ്റണം. Therefore, all personnel involved in school activities should get equal facilities, privileges and opportunities for doing their duty. അതുകൊണ്ട് തന്നെ സ്കൂളിൽ പ്രവർത്തിക്കുന്ന അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഒരേപോലുള്ള സൗകര്യങ്ങളും അവകാശങ്ങളും അവസരങ്ങളും ഒക്കെ നൽകണം. നെക്സ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ. ഇൻ ഓർഡർ to make management of any educational program a successful one, a greater cooperation should be ensured among different persons involved in field of educational management. അപ്പോൾ ഈ മാനേജ്മെന്റ് പ്രോഗ്രാം ഒന്ന് സക്സസ്ഫുൾ ആവണമെങ്കിൽ എല്ലാവർക്കും എന്തുണ്ടാവണം? കോപ്പറേഷൻ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ക്രിയേറ്റിവിറ്റി. Creativity and innovation is one aspect of school administration that ensures the institution's success and development. സൃഷ്ടിപരമായ ചിന്ത, അതുപോലെ തന്നെ നവീകരണം സ്കൂളില് ഭരണത്തിന്റെ ഒരു പ്രധാന ഘടകമാണ്. ഇത് ഇങ്ങനെ ചെയ്താലേ എന്താവുള്ളൂ, ആ സ്ഥാപനത്തിന്റെ വിജയം പുരോഗതി ഉണ്ടാവുള്ളൂ. Principle of the administration must make every effort to make the school teaching and learning process more creative and innovative. ഇപ്പൊ സ്കൂളിലെ പഠനം അല്ലാത്ത പ്രോസസ്സും ടീച്ചിങ്ങും ലേണിങ്ങും ആയിട്ടുള്ള പ്രോസസ്സ് കൂടുതൽ എന്താണ് പുതുമ നിറഞ്ഞതാക്കാൻ ഭരണകൂടം പരിശ്രമിക്കണം. പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഒരു പരിശ്രമിക്കണം. പ്രിൻസിപ്പിൾ ഓഫ് റൂൾ ഓഫ് ലോ. The administration of the educational institution must uphold the rule of law within the institution. All school personnel should adhere to rule and regulation in letter and spirit. അതായത് വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഭരണകൂടങ്ങൾ ഉണ്ടല്ലോ, ഈ മാനേജ്മെന്റ് എല്ലാ നിയമത്തിനും ആധിപത്യം ഉറപ്പാക്കണം. എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. സ്കൂളിലെ എല്ലാ ജീവനക്കാരും മറ്റുള്ള എല്ലാ ആളുകളും എന്താണ് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പൂർണ്ണമായും പാലിച്ചിരിക്കണം. എ ഡബിൾ സ്റ്റാൻഡേർഡ് ഓഫ് കോണ്ടക്ട് ടുവേർഡ്സ് ലേബർ മേ ആങ്കർ ദ ഡിമോട്ടിവേറ്റ് ദം. അപ്പോ സ്റ്റാഫിനോട് ഇരട്ടത്താപ്പുള്ള സമീപനം, ചിലരോട് നന്നായിട്ടും ചിലരോട് വേറെ പോലെ കാണിച്ചാല് അവിടുത്തെ അന്തരീക്ഷം എന്താവും, ഒരു ക്വാറലിംഗ് പോലെ, ഒരു സുഖമായിട്ട് അത് നടത്താൻ പറ്റില്ല. Principle of community involvement. The administration of the school must endeavor to include community in decision making, planning and other similar process. അപ്പൊ സ്കൂളിന്റെ മാനേജ്മെന്റ് എന്ത് തീരുമാനം എടുക്കുമ്പോഴും പദ്ധതികളൊക്കെ പുതിയ പുതിയ പദ്ധതികളൊക്കെ തയ്യാറാക്കുമ്പോഴും മറ്റെല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ സൊസൈറ്റി, സമൂഹത്തെ, കമ്മ്യൂണിറ്റിനെ കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. നെക്സ്റ്റ് വൺ ഈസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ്. Institutional planning is a program of development and improvement prepared by an educational institution based on perceived needs and the current or likely resources with the goal of enhancing the school's curriculum and procedures. MB so എന്താ പറയുന്നത് വെച്ചാല് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ, ലഭ്യമായ എല്ലാ സംഭവങ്ങളും അതിനനുസരിച്ച് സ്കൂളിന്റെ പാഠപദ്ധതികളും പ്രവർത്തനങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന വികസന പുരോഗമന പദ്ധതിയാണ് എന്ത്? ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്. നമ്മള് എല്ലാ പ്രോഗ്രാമും നല്ല സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു പ്രീ പ്ലാനിങ് ആണ് institutional planning. Next, meaning and definition of institutional planning. The process of planning should be interactive. അതായത് എന്ത് പദ്ധതികളും ഉണ്ടെങ്കിലും എല്ലാവരും സഹകരിച്ചുകൊണ്ടായിരിക്കണം. അത് ഇന്ററാക്ട് ചെയ്തിട്ട് എല്ലാവരുടെ ഒപ്പീനിയൻസ് ഒക്കെ എടുത്തിട്ട് we should begin with planning from the bottom up, from the grassroots level, which we refer to as institutional planning. അതായത് പദ്ധതികൾ താഴെത്തട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കണം. അതായത് സ്ഥാപനത്തിന്റെ അതാണ് ഇങ്ങനെ ലോവർ ലെവലിൽ നിന്ന് തുടങ്ങുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷണൽ
പ്ലാനിങ്. എവറി സെക്കൻഡറി സ്കൂൾ ഈസ് റിക്വയർഡ് ടു ഹാവ് ഇറ്റ്സ് ഓൺ സ്ട്രാറ്റജി. ഓരോ സ്കൂളിനും അവരുടേതായ സ്ട്രാറ്റജികളുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് ഹാസ് ബീൻ റിഗാർഡ് ആസ് ദ മോസ്റ്റ് ഫണ്ടമെന്റൽ ലെവൽ ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിങ്. ഇതാണ് മോസ്റ്റ് ഫണ്ടമെന്റൽ ലെവൽ എന്ന് പറയുന്നത്. എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് refers to the process by which an institution prepare a plan based on its growth and enhancement. അവർക്ക് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്രത്തോളം ഗ്രോത്ത് വേണോ അതിനനുസരിച്ച് നമ്മൾ പ്രീ പ്ലാൻ ചെയ്തിട്ട് വേണം എല്ലാം ചെയ്യാൻ. According to MD Booth, institutional planning is a program of development and improvement prepared by educational institution based on their needs and resources. അതായത് നമ്മളുടെ ആവശ്യങ്ങളും നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഒക്കെ വെച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ planning. Indian Education Commission 1964-1966 is the opinion that every educational institution can do a great deal more to improve the quality of education with existing resources by better planning and hard work. അപ്പോൾ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ അവരുടെ ഒപ്പീനിയൻ എന്താന്ന് വെച്ചാൽ ഓരോ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനും അവർക്ക് നല്ലപോലെ പ്രവർത്തിക്കാൻ കഴിയും, നല്ല ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റും അവർക്കുള്ള റിസോഴ്സസ് വെച്ചിട്ട്. അതെങ്ങനെ? better പ്ലാനിങ്ങിലൂടെയും ഹാർഡ് വർക്കിലൂടെയാണ്. As stated previously, the majority of planning must occur within the institution itself. അപ്പൊ തുടക്കം എവിടുന്നാണ്? ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഉള്ളിൽ തന്നെ തുടങ്ങേണ്ടതാണ്. പ്ലാൻസ് ഫോർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബി പ്രിപ്പയർഡ് ബൈ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ക്വസ്റ്റ്യൻ വിത്ത് ദ ടീച്ചർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. ഒരു ടീച്ചേഴ്സിന്റെ ഒക്കെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനോട് കൂടി വേണം ഈ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തു വരാൻ. ഇൻ ഓർഡർ ടു obtain this objective, each institution must establish a planning board. ഇതൊക്കെ നമ്മള് ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു പ്ലാനിംഗ് ബോർഡ് ഉണ്ടായിരിക്കണം. ഓൺ ദിസ് ബോർഡ് എഡ്യൂക്കേറ്റേഴ്സ് with considerable planning experience should be represented. Each must be able to include staff, parents, students, examining officers and other area educators. അപ്പോൾ ഇത്രയും ആളുകളൊക്കെ ഉൾക്കൊള്ളിച്ച് വേണം ഈ ഒരു പ്ലാനിംഗ് ബോർഡ് രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട്. അടുത്തതാണ് objectives of institutional planning. The growth of various facts of education necessitates the strategic approach. The education planner must establish the goal and strategies to attain within the specific time frame so that the national goals can be attained. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള മിതമായ സമയം കൊണ്ട് നമ്മൾ എത്രത്തോളം എഫക്റ്റീവായിട്ട് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നുണ്ടോ അതിലായിരിക്കും നമ്മളെ ഗ്രോത്ത് ഉണ്ടാവുക, ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഗ്രോത്ത് ഉണ്ടാവുക. അപ്പൊ അതിന് കുറെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അപ്പൊ അതെന്തൊക്കെയാണ്? ടു എൻഷുർ ദാറ്റ് ഓൾ സ്റ്റുഡൻസ് ഹാവ് ഈക്വറ്റബിൾ ആക്സസ് ടു എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരേ തുല്യമായ അവസരം ലഭ്യമാകുന്നുണ്ടോ എന്ന് നോക്കണം. ടു അച്ചീവ് ഹാർമണി ബിറ്റ്വീൻ ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് നാഷണൽ പ്ലാനിംഗ്. സ്ഥാപനത്തിന്റെ വളർച്ചയും ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയും തമ്മിൽ എപ്പോഴും എന്ത് വേണം? ഒരു ഏകോപനം വേണം. ദ സ്കൂൾ മസ്റ്റ് അണ്ടർഗോ കോംപ്രിഹെൻസീവ് ഗ്രോത്ത് ആൻഡ് ഇംപ്രൂവ്മെന്റ്. സ്കൂള് സമഗ്രമായ വളർച്ചയും പുരോഗതിയും എപ്പോഴും കൈവരിച്ചുകൊണ്ടിരിക്കണം. ടു മേക്ക് എഡ്യൂക്കേഷൻ പ്രൊഡക്റ്റീവ് സോ ദാറ്റ് ഇറ്റ് മേ ലീഡ് ടു എക്കണോമിക് പ്രോസ്പെറിറ്റി. അതായത് വിദ്യാഭ്യാസം നമ്മൾ ഫലപ്രദമായി കൊടുത്താല് അതെന്താണ്? സാമ്പത്തിക സമൃദ്ധിയിലേക്ക് നമ്മൾ നയിക്കുള്ളൂ അല്ലെ? നമുക്ക് സാമ്പത്തിക സമൃദ്ധി വേണമെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസം നല്ലപോലെ കൊടുക്കണം. ടു പ്രൊവൈഡ് ദ യൂട്ടിലൈസേഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ അഡ്വക്കേറ്റ് ആക്സസബിൾ ഹ്യൂമൻ റിസോഴ്സസ്. സ്ഥാപനത്തിൽ ലഭ്യമായ എല്ലാ റിസോഴ്സസും നല്ല രീതിയിൽ വിനിയോഗിക്കണം. ഓക്കെ. ടു എൻഷുർ ദാറ്റ് ഈവൻ ദ പുവറസ്റ്റ് സിറ്റിസൺ ഹാവ് ആക്സസ് ടു എഡ്യൂക്കേഷൻ. അതായത് ഏറ്റവും ദരിദ്രനായ ഒരു പൗരന് പോലും വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട് എന്ന് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ നമുക്ക് കഴിയണം. ടു പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ദ ലോക്കൽ കമ്മ്യൂണിറ്റി, സ്കൂൾ പേഴ്സണൽ, സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ടു കൊലാബറേറ്റ് ടു ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇംപ്രൂവ്മെന്റ്. അപ്പോ കമ്മ്യൂണിറ്റിക്കും സ്കൂളിന്റെ സ്റ്റാഫ്, വിദ്യാർത്ഥികള്, അധ്യാപകര് എന്നിവരെല്ലാവരും ചേർന്ന് സ്കൂളിന്റെ പുരോഗതിക്കായി സഹകരിക്കാനുള്ള ഓരോരോ അവസരങ്ങൾ നമ്മൾ അവർക്ക് കൊടുക്കണം. ടു പ്രൊവൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് വിത്ത് റിയലിസ്റ്റിക് ആൻഡ് ക്ലിയർ കോൺസെപ്റ്റ്സ്. അപ്പോ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഓരോരോ പദ്ധതികൾ ഉണ്ടാവില്ല, അത് യഥാർത്ഥ ബോധ്യമുള്ളതും വ്യക്തമായതുള്ള ആശയങ്ങൾ നൽകിക്കൊണ്ട് ക്ലിയർ കോൺസെപ്റ്റ് പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയുന്നത്. Therefore, institutional planning should be based on specific goals and all scheduled activities should directly or indirectly contribute to achieving these goals. So അതുകൊണ്ട് തന്നെ നമ്മൾ പറയണത് സ്ഥാപനത്തിന്റെ പദ്ധതിക്ക്
വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങൾ വേണം. പദ്ധതിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ആ ലക്ഷ്യം കൈവരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ട് വേണം എന്ത് അതിന് വേണ്ട പരോക്ഷമായ അതിനെ സഹായിക്കാൻ. ഓക്കെ, നമ്മൾ എല്ലാ ഒബ്ജക്റ്റീവ്സും നമ്മൾ അറ്റൈൻ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. The institution planning should align with strict educational strategy. It can be either short term or long term depending on the condition and requirement of the institution. അപ്പോൾ നമ്മൾ ഓരോരോ പദ്ധതികളും ജില്ലാ വിദ്യാഭ്യാസം ഉണ്ടല്ലോ, നമ്മുടെ ജില്ലയുടെ വിദ്യാഭ്യാസ തന്ത്രവുമായി ഒത്തിണങ്ങണം, അല്ലെങ്കിൽ നമുക്ക് അത് നല്ല പണി കിട്ടും. സോ ഇത് സ്ഥാപനത്തിന്റെ ആവശ്യങ്ങൾ അനുസരിച്ച് അതായത് ഷോർട്ട് ടേമോ അല്ലെങ്കിൽ ലോങ് ടേമോ ഒക്കെ ആക്കി നമുക്ക് അങ്ങനെ റിക്വയർമെന്റ് അനുസരിച്ച് ഇൻസ്റ്റിറ്റ്യൂഷന്റെ റിക്വയർമെന്റ്സിന് അനുസരിച്ചിട്ട് നമുക്കത് പ്ലാൻ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, സ്കോപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാൻ എയിംസ് ഫോർ അഡ്വാൻസ്മെന്റ് ഇൻ ഓൾ ഏരിയാസ്. എല്ലാ ഏരിയയിലും എല്ലാ മേഖലകളിലും പുരോഗതി വേണം. ഓക്കെ, institutional planning contemplates a program of growth within its own domain. So, സ്ഥാപനത്തിന്റെ പദ്ധതികൾ നമ്മുടെ സ്കൂളിനെ അത്രത്തോളം വളർച്ചയിലേക്ക് എത്തിക്കേണ്ട എല്ലാ പരിപാടികളും നമ്മൾ ചെയ്യണം. That it must be address several areas of secondary school ഓർഗനൈസേഷൻ. അതിനാലാണ് അത് ഹൈസ്കൂളിന്റെ എല്ലാ വിവിധ മേഖലകളും ഉൾക്കൊള്ളിക്കണം എന്ന് പറയുന്നത്. The institutional planning must take the shape of an overall scheme for the improvement of the school in respect of the following. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എപ്പോഴും ഷേപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കൂളിന്റെ ഓരോ ആസ്പെക്റ്റും ഗ്രോത്ത് ആവുന്ന പോലെ. അപ്പൊ അതിന് കുറച്ച് എന്തൊക്കെയാ നോക്കാം. ഇംപ്രൂവ്മെന്റ് ടു സ്കൂൾ ക്യാമ്പസ്. സ്കൂളിന്റെ ക്യാമ്പസ് ഒക്കെ സ്കൂളിന്റെ ക്യാമ്പസ് അടിപൊളിയായിരിക്കണം. Providing additional amenities for students such as drinking water, sanitary facilities, midday meals and medical services among others. വിദ്യാർത്ഥികൾക്ക് കുടിവെള്ളം, അതുപോലെ നല്ല വൃത്തിയുള്ള പിന്നെ ടോയ്ലറ്റ്സ്, അങ്ങനെയൊക്കെ. പിന്നെ എന്താണ്, മിഡ് ഡേ മീൽ, ഉച്ചഭക്ഷണം, നല്ല മിഡ് ഡേ മീൽ കൊടുക്കുക. അതുപോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ മെഡിക്കൽ സർവീസ്, ആരോഗ്യ സേവനങ്ങൾ, ചെറുതായിട്ടുള്ള ഫസ്റ്റ് എയ്ഡുകളൊക്കെ നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കണം. അതാണ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സ്കോപ്പ്. അവിടെ ഇതൊക്കെ വേണം നമ്മളൊരു സ്കൂൾ ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ലപോലെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. Collection of teaching material and audio visual aids for school as well as library books, periodicals and journals. So സ്കൂളിന്റെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും അതുപോലെ ഓഡിയോ വിഷ്വൽസും പിന്നെ വേറെന്താ ലൈബ്രറി ബുക്സ്, പിന്നെ മാഗസിൻസ് എല്ലാം നമ്മൾ ഒരുക്കണം. കുട്ടികൾക്ക് എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ടായിരിക്കണം. കൺസ്ട്രക്ഷൻ, അപ്കീപ് ആൻഡ് റിപ്പയർ ഓഫ് സ്കൂൾ ബിൽഡിംഗ്. സ്കൂളിന്റെ കെട്ടിടങ്ങൾ എപ്പോഴും പുതിയ നല്ല ബിൽഡിംഗ് പണിയും അതൊക്കെ നല്ല പരിപാലിച്ചു കൊണ്ടുപോവുക. ആവശ്യമുള്ളപ്പോൾ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുക, അങ്ങനെയൊക്കെ ചെയ്യണം. Improvement of academic facilities was subdividing each subject curriculum into monthly and weekly sections and subunits. അപ്പൊ ഓരോ വിഷയത്തിന്റെ പാഠ്യപദ്ധതികൾ മന്ത്ലി ആയിട്ടും അല്ലെങ്കിൽ വീക്ക്ലി ആയിട്ടൊക്കെ അനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യണം. ഓർഗനൈസേഷൻ ഓഫ് സപ്ലിമെന്ററി ഇൻസ്ട്രക്ഷൻ ഫോർ സ്ലഗ്ഗിഷ് ലേണേഴ്സ്. പഠനത്തിൽ എല്ലാ കുട്ടികളൊന്നും എന്തായിരിക്കൂല, ഒരുപോലെ മികച്ചതായിരിക്കൂല. അപ്പോ സ്ലഗ്ഗിഷ് ലേണേഴ്സ് എന്ന് പറഞ്ഞാല് പിന്നോക്കമുള്ള കുട്ടികളുണ്ടാവും അല്ലെ, അവർക്കൊക്കെ വേണ്ടി പ്രത്യേക ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കണം. ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർഗനൈസേഷൻസ് ഓഫ് സെമിനാർസ്, കോൺഫറൻസസ് എക്സെട്ര. ഇപ്പൊ സ്കൂൾ സെമിനാറുകള്, പിന്നെ കോൺഫറൻസ് ഒക്കെ സംഘടിപ്പിക്കും. സപ്പോർട്ട് ഫോർ ടീച്ചർ ഡെവലപ്മെന്റ് പ്രോഗ്രാം സച്ച് ആസ് ഇൻ സർവീസ് ട്രെയിനിങ്, റിഫ്രഷർ കോഴ്സ്, ഓറിയന്റേഷൻ കോഴ്സ് എക്സെട്ര. അപ്പോ അധ്യാപകർക്കും വേണ്ട എന്തെങ്കിലുമൊക്കെ പിന്നെ ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ, അതിന് വേണ്ട ട്രെയിനിങ്സ് ഒക്കെ എല്ലാം നമ്മളെ സ്കൂൾ മാനേജ്മെന്റ്, സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ പ്രൊവൈഡ് ചെയ്യണം. ഇംപ്രൂവ്മെന്റ് ഓഫ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. ഇനി ഇതില് ഓർഗനൈസേഷൻ സ്കൂൾ ബേസ്ഡ് ഫിസിക്കൽ ആക്ടിവിറ്റി. അപ്പോ സ്കൂളിന് അടിസ്ഥാനപരമായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, അതൊക്കെ ഇംപ്രൂവ് ആക്കണം. Organization of literary activities such as the creation of bulletin boards,
വാൾ മാഗസിൻസ് ആൻഡ് എൻഹാൻസ് ടീച്ചിങ് ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ്. അപ്പൊ ബുള്ളറ്റിൻ ബോർഡ്, അതുപോലെ മാഗസിൻസ്, പിന്നെ നല്ല ടീച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള നല്ല നല്ല ഉപകരണങ്ങൾ തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളും, സാഹിത്യ പ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്യാം, സംഘടിപ്പിക്കാം. മാനേജ്മെന്റ് ഓഫ് സോഷ്യൽ സർവീസ് ഇനിഷ്യേറ്റീവ്സ്, സമൂഹ സേവനം, അതിന് വേണ്ട പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് നിയന്ത്രിച്ച് ചെയ്യും. സ്കൂൾ ഇംപ്രൂവ്മെന്റ് പ്രോജക്ട്, അതില് ഫങ്ഷണൽ ലിറ്ററസി പ്രോഗ്രാം, അഡൽട്ട് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. അപ്പൊ പ്രായപൂർത്തിയായിട്ടുള്ള സാക്ഷരതാ പരിപാടികൾ, ഇതൊക്കെ ഉണ്ടല്ലോ, സാക്ഷരതാ സ്കൂളൊക്കെ. പിന്നെ അഡൽട്ട് എഡ്യൂക്കേഷൻ, അതന്നെ നല്ല വയസ്സായവർക്കും എഴുത്തും വായനയൊക്കെ പഠിപ്പിക്കുക എന്നുള്ളതില് അവർക്കും എന്ത് ചെയ്യാം, വയോജന വിദ്യാഭ്യാസ പദ്ധതികളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ, അതൊക്കെ സംഘടിപ്പിക്കാം. പിന്നെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് SUPW, അത് സൊസൈറ്റി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക് എന്നാണ് അതിന് പറയുക. സൊസൈറ്റി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക്, അങ്ങനെ പ്രയോജനകരമായ പ്രവർത്തനങ്ങളുടെ സംഘടനയൊക്കെ എന്തുണ്ടാകാം, അങ്ങനത്തെ സ്ട്രക്ചേഴ്സ് ഒക്കെ കൊണ്ടുവരും. മെയിൻ്റനൻസ് ഓഫ് ലവ് ഫോർ ഇക്കോളജിക്കൽ യൂക്ലിബ്രിയം, പരിസ്ഥിതിയെ നല്ലപോലെ സംരക്ഷിക്കുക, അതിനുള്ള സ്നേഹം വളർത്തുകയും ചെയ്യുക. സ്കൂൾ ലെവലിൽ തന്നെ നമ്മളത് ചെയ്യണം. Again, the institutional planning must include investigation and research in the form of action research evaluation conducted by teacher in actual classroom situation, no matters concerning teacher learning process. അതായത് സ്ഥാപനത്തിന്റെ പദ്ധതിയിലെ അധ്യാപകർ എന്ത് ചെയ്യണം, ക്ലാസ് റൂമിൽ നടത്തുന്ന ഓരോ ആക്ഷൻസ് ഉണ്ടല്ലോ, അതിനൊക്കെ എപ്പോഴും ഇവാലുവേറ്റ് ചെയ്തിട്ട് അതൊക്കെ ഉൾപ്പെടുത്തണം. നെക്സ്റ്റ് ഈസ് ദ സീനിയർ ടീച്ചർ ഷുഡ് റിമൈൻ ഇൻ ചാർജ് ഓഫ് എവറി സബ് കമ്മിറ്റി. അപ്പോൾ അവിടെയുള്ള സീനിയർ ടീച്ചേഴ്സിനായിരിക്കണം ഇൻചാർജ് കൊടുക്കേണ്ടത്. ദ പ്ലാനിംഗ് ബോർഡ് മസ്റ്റ് എക്സാമിൻ ദ നീഡ്സ് ഓഫ് ദ സ്കൂൾ ആൻഡ് എസ്റ്റാബ്ലിഷ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം പ്ലാൻസ് ഫോർ ഡെവലപ്മെന്റ്. അപ്പോൾ പ്ലാനിംഗ് ബോർഡിൽ എപ്പോഴും അവര് നോക്കിയിട്ട് സ്കൂളിന് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള, ഡെവലപ്മെന്റ് ആവശ്യമായിട്ടുള്ള പ്ലാൻസ് ലോങ് ടേം ആയിട്ടോ ഷോർട്ട് ടേം ആയിട്ടോ ഒക്കെ എപ്പോഴും എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാൻ റിപ്പോർട്ട് ടാർഗറ്റ്സ് പ്രോഗ്രസ് ഇൻ ഓൾ ഏരിയാസ്. എന്നാലേ എല്ലാ ഏരിയയിലും നമുക്ക് എന്തായാലും പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. ദ പ്ലാനിംഗ് ഫോർ ദിസ് ഒബ്ജക്റ്റീവ് ഷുഡ് ബി മെത്തഡോളിക്കൽ ആൻഡ് സയന്റിഫിക്. Therefore, it should be functional based on capabilities of the teachers, requirement of the students and community at large. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫംഗ്ഷൻ പ്ലാൻ എപ്പോഴും എന്ത് ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം, ടീച്ചേഴ്സിന്റെ കേപ്പബിലിറ്റി അനുസരിച്ചും സ്റ്റുഡൻസിന്റെ റിക്വയർമെന്റിനനുസരിച്ചൊക്കെ നമ്മൾ രൂപപ്പെടുത്തണം. ഇഫ് ഇറ്റ് ഈസ് അതേർഡ് ടു റിച്വസ്ലി ഇൻസ്ട്രക്ഷൻ, ഓർഗനൈസേഷൻ, അഡ്മിനിസ്ട്രേഷൻ ബിക്കം സിസ്റ്റമാറ്റിക് ആൻഡ് എഫിഷ്യന്റ്. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ നമ്മളെ അഡ്മിനിസ്ട്രേഷൻ എന്താവും, സിസ്റ്റമാറ്റിക്കും ആവും, എഫിഷ്യന്റും ആവും.